നമസ്കാരം. ഇന്നത്തെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അസാധാരണമായ പുസ്തകത്തെക്കുറിച്ചാണ്. സ്പാനിഷ് എഴുത്തുകാരൻ ഫ്രാൻസിസ്ക് മിറാലസ് കാറ്റലൻ ഭാഷയിൽ എഴുതിയ ജൂലി വാർക്ക് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ഈ നോവലിന്റെ പേര് വാബി സാബി. ഒരു ജാപ്പനീസ് പഴഞ്ചൊല്ലുണ്ട്, ലക്ഷ്യത്തിലെത്തുന്നതിനേക്കാൾ നല്ലത് പ്രതീക്ഷയോടെ യാത്ര ചെയ്യുന്നതാണ്. ഈ വാക്കുകളോടെയാണ് ഈ നോവൽ തുടങ്ങുന്നത്. അതീ കഥയുടെ ആത്മാവ് കൂടിയാണ്. സെഗ്മെന്റ് 1. വാബി സാബി എന്നാൽ എന്ത്? ആദ്യം നമുക്ക് മനസ്സിലാക്കാം വാബി സാബി എന്നാൽ എന്താണ്. ജാപ്പനീസ് തത്വചിന്തയിൽ വാബി സാബി എന്നത് ഒരു ജീവിത ദർശനമാണ്. അപൂർണതയിൽ സൗന്ദര്യം കാണുക, ക്ഷണികമായതിനെ സ്നേഹിക്കുക, ലളിതമായതിൽ ആഴം കണ്ടെത്തുക. ഇതാണ് വാബി സാബിയുടെ സാരം. പൊട്ടിയ ഒരു മൺപാത്രത്തിൽ, കൊഴിഞ്ഞ ഒരിലയിൽ, വർഷങ്ങളുടെ തേയ്മാനം പേറുന്ന ഒരു മരത്തിൽ, അവിടെ വാബി സാബിയുണ്ട്. പൂർണ്ണതയ്ക്കായി ഓടുന്ന ഈ ലോകത്ത് അപൂർണതയുടെ സൗന്ദര്യം ആഘോഷിക്കുന്ന ഒരു തത്വചിന്ത. ഈ ആശയമാണ് ഈ നോവലിന്റെ ഹൃദയം. സെഗ്മെന്റ് 2. കഥ തുടങ്ങുന്നു. നമ്മുടെ നായകൻ. കഥ നടക്കുന്നത് ബാർസലോണയിലെ ഗ്രേഷ്യ എന്ന നാടൻ ചുറ്റുപാടുമുള്ള ഒരു ചെറിയ നഗരഭാഗത്താണ്. നമ്മുടെ നായകൻ ഒരു സർവകലാശാല അധ്യാപകനാണ്. ജർമ്മൻ ഫിലോളജിയിൽ PhD ഉള്ള 45കാരനായ ഒരു ഏകാന്ത ജീവി. അദ്ദേഹം തന്നെ പറയുന്നു, 37 വയസ്സുവരെ ഞാൻ ജീവിച്ചത് ഞാൻ തന്നെ ഇഷ്ടിക കൊണ്ടിഷ്ടിക കെട്ടിയ ഒരു ഏകാന്തതയുടെ ജയിൽ മുറിയിലായിരുന്നു. ആ ചുമരുകൾ എന്നെ ചുറ്റി അടഞ്ഞപ്പോൾ ആരും കടന്നുവരാതിരിക്കാൻ ഞാൻ താക്കോൽ കുഴിച്ചു. എന്തു ഭംഗിയുള്ളൊരു ചിത്രമാണിത്. നമ്മിൽ പലർക്കുമിത് പരിചിതമല്ലേ? നാമും ചിലപ്പോൾ നമ്മെ തന്നെ ഒരു കൂട്ടിൽ അടച്ചുപൂട്ടാറില്ലേ? പക്ഷെ ഒരു തെരുവു പൂച്ച വന്നു. അതിന്റെ പേര് മിഷിമ. ആ പൂച്ച ആ ഏകാന്തതയുടെ ചുമരുകൾ തകർത്തു നായകന്റെ ജീവിതത്തിലേക്ക് ലോകത്തെ ക്ഷണിച്ചു. സെഗ്മെന്റ് 3. കഥാപാത്രങ്ങൾ. ഈ കഥയിൽ ചിലർ വളരെ പ്രധാനപ്പെട്ടവരാണ്. ആദ്യം ടൈറ്റസ്, മുകളിലത്തെ ഫ്ളാറ്റിൽ താമസിക്കുന്ന വൃദ്ധൻ. അദ്ദേഹം പ്രചോദനാത്മകമായ പുസ്തകങ്ങൾ എഴുതുന്നു. മിക്കണും മറ്റുള്ളവർക്കു വേണ്ടി ഗോസ്റ്റ് റൈറ്ററായി. ഡെസ്കിൽ ഒരു ചെറിയ ട്രെയിൻ സെറ്റുണ്ട്. എഴുതുമ്പോൾ ആ ട്രെയിൻ ഓടിക്കും, അഗർബത്തി കത്തിക്കും. ഇതാ മനുഷ്യന്റെ ചിട്ടയാണ്, ആചാരമാണ്. ഇതൊക്കെ, ഈ ചെറിയ ശീലങ്ങൾ വാബി സാബിയുടെ ഭാഗമാണ്. പിന്നെ ഗബ്രിയേല, നായകൻ പ്രണയിക്കുന്ന സ്ത്രീ. പക്ഷെ അവൾ അദ്ദേഹത്തോടൊപ്പം താമസിക്കാൻ തയ്യാറല്ല. ഒരു ദമ്പതിമാർ, 2 ഫ്ളാറ്റുകൾ. ഇതാണ് അവരുടെ ജീവിതം. ആ ദൂരവും ആ അജ്ഞതയും നായകൻ സ്വീകരിക്കുന്നു. ഒരുപക്ഷെ ഇതും വാബി സാബിയാണ്, ഒരു ബന്ധത്തിലെ അപൂർണതയെ സ്നേഹിക്കൽ. പിന്നെ വാൽഡമാർ, ഒരിക്കലുണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗം ഗവേഷണം ചെയ്തിരുന്ന ഒരു വിചിത്ര ഭൗതികശാസ്ത്രജ്ഞൻ. ഒരു ദിവസം അദ്ദേഹം അപ്രത്യക്ഷനായി. ടൈറ്റസിന്റെ അടുക്കളയിൽ ടെലസ്കോപ്പ് വെച്ചിട്ട് ഒരു കൈയെഴുത്ത് പ്രതി ബാക്കി വെച്ചിട്ട്. ടൈറ്റസും നായകനും വാൽഡമാറിനെ ഓർക്കുമ്പോൾ ആ ടെലസ്കോപ്പ് ചന്ദ്രനിലേക്ക് തിരിക്കും. അദ്ദേഹം അവിടെ നിന്ന് സിഗ്നൽ അയക്കുന്നുണ്ട് എന്ന് കരുതിക്കൊണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിരിക്കുമോ അതോ കരയുമോ? ഇതാണ് ഈ നോവലിന്റെ ഭംഗി. സെഗ്മെന്റ് 4. രഹസ്യ പോസ്റ്റ്കാർഡ്. ജൂൺ മാസത്തിലെ ഒരു മാവിലെ നായകൻ കത്തുപെട്ടി തുറക്കുന്നു. അകത്തൊരു പോസ്റ്റ്കാർഡ്. ഒരു പോർസിലെയിൻ പൂച്ചയുടെ ചിത്രം, ഇടതു മുൻകാൽ ഉയർത്തിപ്പിടിച്ച്. പോസ്റ്റ്കാർഡ് മറിച്ചു നോക്കിയപ്പോൾ ജപ്പാനിൽ നിന്നുള്ള സ്റ്റാമ്പ്. അയച്ചയാളുടെ പേരില്ല, വിലാസം മാത്രം, വളരെ സൂക്ഷ്മമായ കൈയെഴുത്തിൽ. കൂടെ ഒറ്റ വാക്ക്, വാബി സാമി. ആരയച്ചത്? എന്തിനെ? നായകൻ അറിയില്ല. ജപ്പാനിൽ ആരെ അദ്ദേഹത്തിനറിയില്ല. അദ്ദേഹം ഉടനെ ടൈറ്റസിന്റെ അടുത്തേക്ക് ഓടി. ടൈറ്റസ് ആ വാക്കൊരു മന്ത്രം ഉരുവിടുന്നതുപോലെ പറഞ്ഞു, വാബി സാബി. സെഗ്മെന്റ് 5. മനേക്കി നേക്കോ, ഭാഗ്യപൂച്ച. ഈ പോസ്റ്റ്കാർഡിലെ പൂച്ച ഒരു സാധാരണ പൂച്ചയല്ല, അതൊരു മനേക്കി നേക്കോ ആണ്, ജപ്പാനിലെ പ്രശസ്തമായ ഭാഗ്യപൂച്ച. ഈ പൂച്ചയുടെ ഉത്ഭവകഥ വളരെ കൗതുകമുള്ളതാണ്. 9ാം നൂറ്റാണ്ടിലെ ചൈനയിൽ ഒരു പൂച്ച ചെവി ഒഴിയുന്നത് കണ്ടാൽ ഒരതിഥി വരാൻ പോകുന്നു എന്ന അർത്ഥമെന്ന് വിശ്വസിച്ചിരുന്നു. എഡോ കാലഘട്ടത്തിൽ ടോക്കിയോയിൽ തമ എന്ന പൂച്ച ഒരു ക്ഷേത്രത്തിന്റെ പടിക്കലിരുന്നിരുന്നു. ഒരു മഴ ദിവസം ഒരു പ്രഭു ഒരു മരത്തിനടിയിൽ അഭയം തേടി. തമ തന്റെ കാല് വീശി ആ മനുഷ്യനെ ക്ഷണിച്ചു. ആ നിമിഷം ആ മരത്തിൽ ഇടിമിന്നൽ പതിച്ചു. പൂച്ച ആ മനുഷ്യന്റെ ജീവൻ രക്ഷിച്ചു. ഈ ഭാഗ്യപൂച്ചയുടെ ചിത്രം ഇപ്പോഴും ജപ്പാനിൽ കടകളിലും വീടുകളിലും കാണാം, ഭാഗ്യവും സമൃദ്ധിയും ക്ഷണിച്ചുകൊണ്ട്.
ടൈറ്റസ് പറഞ്ഞു. ഒരുപക്ഷെ ഈ പൂച്ച ഒരു അപരിചിതന്റെ വരവിന്റെ അടയാളമാണ്, അല്ലെങ്കിൽ ഒരു വലിയ യാത്രയ്ക്ക് ഭാഗ്യമാശംസിക്കാനാണ്. സെഗ്മെന്റ് 6. അപരിചിതയായ പെൺകുട്ടി. അതേ ദിവസങ്ങളിൽ സർവകലാശാലയിൽ ഒരപ്രതീക്ഷിത സന്ദർശിക വരുന്നു. നായകൻ ഓഫീസിലിരിക്കുകയാണ്. ജർമ്മൻ ഫിലോളജി വിഭാഗം അതിന്റെ അവസാന കാലത്തിലൂടെ കടന്നുപോകുന്നു. ആ കോഴ്സ് നിർത്തലാക്കുന്നു. ഇനിയില്ലെന്ന കാടൻ മൃഗങ്ങളെപ്പോലെ വംശനാശം ഭീഷണി നേരിടുന്ന ഒരു ഭാഷ. ആ ഏകാന്ത ചിന്തകൾക്കിടയിൽ ഓഫീസ് വാതിൽ തുറക്കുന്നു. ചുരുൾ മുടിയുള്ള ഒരു ചെറുപ്പക്കാരി, ത്രികോണമുഖം, ഒരു പൂച്ചയെ ഓർമ്മിപ്പിക്കുന്ന മുഖം. അവളൊരു CD നായകന്റെ മേശയിൽ വെക്കുന്നു. കവറിൽ ജാപ്പനീസ് കാലിഗ്രഫിയിൽ ഒറ്റ ബ്രഷ് സ്ട്രോക്കിൽ വരച്ച ഒരു വൃത്തം. ഈ CDയിൽ ഒരു ഭാഷ സംസാരിക്കുന്നുണ്ട്. ആ ഭാഷ ഏതാണെന്നറിയണം. നായകൻ ഹെഡ്ഫോണുകൾ ചെവിയിൽ വെക്കുന്നു. ഗിറ്റാർ കോഡുകളുടെ പശ്ചാത്തലത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ ദാനം. ഒരക്ഷരവും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇത് ജാപ്പനീസല്ല, അവൾ തിരുത്തുന്നു. ഇതൊരു മൃതഭാഷയാണ്. ഒരുപക്ഷെ അറ്റ്ലാന്റിസിന്റെ ഭാഷയാകാം. നായകൻ അമ്പരന്നു. ഇതൊരു ഭ്രാന്ത ചോദ്യമാണ്. അറ്റ്ലാന്റിസ് ഒരു മിഥല്ലേ? പ്ലേറ്റോ ഒരിക്കൽ പറഞ്ഞ ഒരു കഥ. ആ ഭാഷ ആർക്കും അറിയില്ല. അപ്പോൾ അവളുടെ ഫോൺ ശബ്ദിക്കുന്നു. ദേഷ്യത്തോടെ ഉത്തരം പറഞ്ഞ് വാതിലടച്ച് അവൾ ഇറങ്ങിപ്പോകുന്നു. നായകൻ ഓടി നോക്കുമ്പോൾ ഇടനാഴി ശൂന്യം. പക്ഷെ ആ CD മേശയിലുണ്ട്. ആ ദുരൂഹ സ്ത്രീ പോയി. ആ ദുരൂഹ ഭാഷ ബാക്കി. സെഗ്മെന്റ് 7. ഈ കഥ നമ്മോട് പറയുന്നത്. ഈ നോവൽ കേൾക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കും. ഇത് ആക്ഷൻ ത്രില്ലറല്ല. ഇതൊരു ദർശനത്തിന്റെ കഥയാണ്. നായകൻ ഒരിടത്ത് പറയുന്നു, ഏകാന്തതയിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തുമെന്ന് ഞാൻ ഒരിക്കൽ കരുതി. പക്ഷെ ഇപ്പോഴറിയാം, മറ്റു മനുഷ്യരിലൂടെ മാത്രമേ നിങ്ങൾ നിങ്ങളെ കണ്ടെത്തൂ. സ്വന്തം ജീവിതം ഉപേക്ഷിച്ച് ഒരു പർവ്വതത്തിലിരുന്ന് ദിവസങ്ങൾ കടത്തിവിടൽ എളുപ്പമാണ്. അതിനേക്കാൾ ഉത്കൃഷ്ടമായ കലമ നിന്നിൽ നിന്ന് വ്യത്യസ്തരായ മനുഷ്യരുമായി ബന്ധം പുലർത്തലാണ്. ഇത് നമ്മൾ ഓരോരുത്തർക്കും ഒരു ഓർമ്മിപ്പിക്കലല്ലേ? നാം ചിലപ്പോൾ ഫോണിലും ജോലിയിലും ഒറ്റപ്പെടലിലൊഴിക്കാറില്ലേ? ആ ഏകാന്തത സ്വയം കണ്ടെത്താനുള്ളതല്ല, മനുഷ്യബന്ധങ്ങളിലൂടെ, ആ ബന്ധങ്ങളുടെ സങ്കീർണതകളിലൂടെ. അവിടെയാണ് നമ്മൾ. സെഗ്മെന്റ് 8. വാബി സാബി, ഒരു ജീവിത ദർശനം. ഈ നോവൽ ഒരു ദർശനം മുന്നോട്ട് വയ്ക്കുന്നു. ജീവിതം ഒരു ബാഗാണ്. ആ ബാഗ് ഒരിക്കൽ ഒഴിഞ്ഞുപോകും. ആ ഭയത്തോടെ ജീവിക്കരുത്. ഓരോ നിമിഷവും അളക്കരുത്. ഓരോ ക്ഷണവും ആഴമേറിയ സന്തോഷം ഉൾക്കൊള്ളാൻ സ്വയം അനുവദിക്കൂ. ആ ജപ്പാൻകാരൻ പറഞ്ഞതുപോലെ, ഏതാനും നിമിഷത്തെ തീവ്രമായ സന്തോഷം ഒരു ജീവിതകാലം നിറഞ്ഞ ഏകദാന്യത്തേക്കാൾ ആഴത്തിലുള്ള മുദ്ര ആത്മാവിൽ ആലേഖനം ചെയ്യുന്നു. ഒരു സ്ഥലമുണ്ട്, ഒരു ഭൂമിയുണ്ട്, ഒരു ടെലസ്കോപ്പുണ്ട്, ഒരു ദുരൂഹ പൂച്ചയുണ്ട്, ഒരാധ്യാത്മിക ഭാഷയുണ്ട്. ഇതെല്ലാം ചേർന്ന് വാബി സാബി. ക്ലോസിംഗ്. ഈ നോവൽ ബാർസലോണയിൽ നിന്ന് ജപ്പാനിലേക്ക്, ഏകാന്തതയിൽ നിന്ന് ബന്ധത്തിലേക്ക്, ഭയത്തിൽ നിന്ന് സ്വീകാര്യതയിലേക്ക് ഒരു ആന്തരിക യാത്രയാണ്. ഫ്രാൻസിസ്ക് മിറാലസ് നമ്മോട് പറയുന്നു, ജീവിതത്തിലെ വിള്ളലുകൾ ദൗർബല്യമല്ല, ആ വിള്ളലുകളിലൂടെ വെളിച്ചം കടക്കുന്നു. ആ പഴയ ചായക്കോപ്പ, ആ ചുളിഞ്ഞ മുഖം, ആ തേഞ്ഞ ഫ്ലോർ, ഇതെല്ലാം ജീവിതത്തിന്റെ ആഴമാണ്. ഇതാണ് വാബി സാബി. ഈ പോഡ്കാസ്റ്റ് ഇഷ്ടമായോ? ഇനിയും ഇങ്ങനെ ആഴമുള്ള പുസ്തകങ്ങൾ നമുക്കൊരുമിച്ച് വായിക്കാം. ആ ജാപ്പനീസ് പ്രമാണം ഒന്നുകൂടി ഓർക്കുക. ലക്ഷ്യത്തിലെത്തുന്നതിനേക്കാൾ നല്ലത് പ്രതീക്ഷയോടെ യാത്ര ചെയ്യുന്നതാണ്. നന്ദി, സ്നേഹം.